എൻ്റെ വീട്ടിലെ കോഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മുടെ അയൽവക്കത്തുള്ള വാഴ കർഷകർ അവരുടെ വാഴക്കൃഷിയിൽ എലിയെ തുരത്താൻ വേണ്ടി എലിവിഷം വെച്ച കാരണത്താൽ എൻ്റെ വീട്ടിലെയും മറ്റും 2-3 വീടുകളിലെയും കോഴികൾ കംപ്ലീറ്റ് ചത്തൊടുങ്ങി. ഇവിടെ ഒരു കോഴി മാത്രം ബാക്കിയായി. കാരണം ഇത് പൊരുത്ത് കിടക്കുകയായിരുന്നു. മുട്ടയ്ക്ക് അടയിരിക്കാൻ വേണ്ടി ഈ കോഴി മാത്രം, ആ കറുപ്പ് കോഴി മാത്രം അടയിരിക്കുന്ന കാരണത്താൽ അത് മാത്രം രക്ഷപ്പെട്ടു. ബാക്കി കംപ്ലീറ്റ് കോഴികളും മരണപ്പെട്ടു. കാരണം ഈ ഒരു 10-20ഓളം കോഴികൾ, ഒരു 3-4 വീട്ടിലുള്ള 10-20ഓളം കോഴികൾ കംപ്ലീറ്റ് എലിവിഷം തിന്ന കാരണത്താൽ കംപ്ലീറ്റ് നശിച്ചു പോയി. ഒരു 5000 രൂപയുടെ നഷ്ടമാണ് അതുകൊണ്ടുണ്ടായത്. എനിക്ക് ഇതിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും കർഷകരാണ്, എല്ലാവരും ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നതാണ്. കോഴി കർഷകരും മറ്റു കർഷകരും ഉള്ള സ്ഥലത്ത് ഇതുപോലെ എലിവിഷം വെക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എലിവിഷം വെക്കുന്ന സമയത്ത്, എലിവിഷം നിങ്ങളുടെ കൃഷിയിടത്തിൽ വെക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ വളരെ ഓപ്പണായി വെക്കരുത്. ഓപ്പണായി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന കോഴികളും മറ്റു താറാവുകളും എല്ലാം ഇത് ഭക്ഷിച്ച് എല്ലാം മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഈ എലിവിഷത്തിൻ്റെ ഒരു പ്രത്യേകത, എലിവിഷം തിന്ന പക്ഷികളും മറ്റു കോഴികളും എല്ലാം മറ്റ് ജീവജാലങ്ങളും എല്ലാം തന്നെ അത് വളരെ മന്ദഗതിയിലാണ്, അഥവാ സ്ലോവിലാണ് മരണപ്പെടുക. പെട്ടെന്ന് മരണപ്പെടുകയില്ല. 2-3 ദിവസം കൂടുമ്പോൾ ആണിത് മരണപ്പെടുക. കാരണം ഈ എലിവിഷം എന്ന് പറയുന്ന ഒരു വസ്തു, റാറ്റ് പോയിസൺ എന്ന് പറയുന്ന വസ്തു, അത് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ വളരെ മന്ദഗതിയിലാണ്, വളരെ സ്ലോവിലാണ് മരണം സംഭവിക്കുക. പക്ഷേ സയനൈഡ് എന്നൊരു വസ്തു, നമ്മുടെ ലോഹം നിർമ്മിക്കാൻ വേണ്ടി, നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സയനൈഡ് എന്ന വസ്തു, അത് രുചിച്ച് നോക്കിയാൽ അപ്പം തന്നെ മരണപ്പെടും. അത് സഡൻലി ഡെത്ത്, അത് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്ന ഒരു വസ്തുവാണ് സയനൈഡ്. പക്ഷേ എലിവിഷം എന്ന് പറയുന്നത് സ്ലോലി ഡെത്ത്, വളരെ പതുക്കെ മരണപ്പെടുന്ന, ശരീരത്തിലേക്ക് പതുക്കെ മരണത്തിലേക്ക് നയിക്കുന്നൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ എലിവിഷം വെക്കുന്ന കർഷകർ ഇനിയെങ്കിലും നിങ്ങളുടെ കൃഷിയിടത്തിൽ വെക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ മൂലോടിൻ്റെ അടിയിലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു 2.5 അടി നീളമുള്ള പൈപ്പിൻ്റെ ഉള്ളിലോ, അതുമല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ തൊണ്ടിലോ, നമ്മുടെ ചിരട്ടയുടെ തൊണ്ടിലോ വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കോഴികൾ, അയൽവക്കത്തുള്ള കോഴികളെല്ലാം തന്നെ അവരുടെ കൃഷിയിടത്തേക്ക് പോകുന്ന സമയത്ത് അത് തിന്നാൻ സാധ്യതയുണ്ട്. തിന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മരണപ്പെടുന്നു, അത് ചാകുന്നു. അതുകൊണ്ട് കോഴിക്കർഷകരും വാഴക്കർഷകരും എല്ലാം തന്നെ അവരുടെ ഉപജീവനം കഴിയാൻ വേണ്ടി അവരുടെ പൊന്നോമനകളെ പോലെ വളർത്തുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു കർഷകരും നഷ്ടം ഇത് വരാത്ത രൂപത്തിൽ വേണം കൃഷി ചെയ്യാൻ. അതുകൊണ്ട് ഒരു 20,000 രൂപയുടെ നഷ്ടങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ 20ഓളം കോഴികൾ, അയൽവക്കത്തും മറ്റും 20ഓളം കോഴികൾ ആണ് ഇവിടെ ചത്തത്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടം ആര് നികത്തും എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ എലിവിഷം വെക്കുന്ന സമയത്ത് ഇതുപോലെ ഓപ്പണായി വെക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ എലിവിഷം തിന്ന കോഴിയുടെ ഒരു ദയനീയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, എലിവിഷം വെക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സുരക്ഷിതമായി മറ്റുള്ള ജീവജാലങ്ങൾ തിന്നാൻ കഴിയാത്ത രൂപത്തിൽ വേണം വെക്കാൻ എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എലിവിഷം തിന്ന കോഴി ചാകുമോ എന്നൊരു ചോദ്യം ചെറിയ കുട്ടികൾ ചോദിക്കാറുണ്ട്. തീർച്ചയായും എലിവിഷം തിന്ന കോഴി അത് ചത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് എലിവിഷം തിന്ന എലി മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം വളരെ ഹാനികരമായൊരു വസ്തുവാണ് റാറ്റ് പോയിസൺ എന്നൊരു വസ്തു. അതുകൊണ്ട് ഈ പോയിസൺ അഥവാ ഈ വിഷാംശങ്ങളെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് കുട്ടികളുടെ അടുത്തുനിന്ന് എല്ലാം തന്നെ വളരെ അകലം പാലിക്കുക. കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈകൾ വളരെ സോപ്പിട്ട് കഴുകുക. ഈ ഒരു ദുരന്ത കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദുരന്തം ഇനി ഒരാൾക്കും വരാതിരിക്കട്ടെ. അതിന് എല്ലാ കർഷകരും വളരെ ജാഗരൂകമായി നിൽക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്.